ഇപ്പോൾ നമുക്ക് വളരെ ഖേദകരമായ ഒരു വാർത്തയിലേക്ക് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന വാർത്ത അപകടത്തിൻ്റെ വാർത്തയായിരുന്നു. പാലക്കാടുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്ത വരുന്നു. സ്ഥിരീകരണം വരികയാണ്. മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ അങ്ങേറ്റം ഖേദകരമായിട്ടുള്ള വാർത്തയാണ്. അപകടം അങ്ങനെ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ജീവൻ എടുക്കപ്പെട്ടിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അപകടം നടന്നത്. കോഴിക്കോട് നിന്നും വന്ന വണ്ടിയാണ് ഈ മുണ്ടൂർ ഭാഗത്ത് വെച്ച് മാലിന്യം കയറ്റി വന്ന വാഹനമാണ് കുട്ടികളെ ഇടിച്ച് വീഴ്ത്തിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഈ ഒരാൾ മരണപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ, മറ്റുള്ള ആളുകളുടെ കുട്ടികളുടെ നില എങ്ങനെയാണ്? എത്ര പേരുണ്ടായിരുന്നു അപകടത്തിൽ? ഈ അപകടത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. 3 വിദ്യാർത്ഥികളും ഒരു പ്രദേശവാസികളും എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. ഒരു വിദ്യാർത്ഥി അതിൽ മരിക്കുന്നു. മുഹമ്മദ് ഫർഹാനാണ് മരിക്കുന്നത്. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഈ അപകടം ഉണ്ടായപ്പോൾ ആ സമീപത്തുണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് അപകടം ഉണ്ടായത്? എങ്ങനെയാണ്? ഒരു 1:30 സമയത്ത് പള്ളി കഴിഞ്ഞുള്ള സമയമാണ്. പള്ളി കഴിഞ്ഞ റോഡിൽ നിന്ന് അവർ നടന്നു വരുമായിരുന്നു. ആ സമയത്താണ് ലോറി ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിന് മേൽ കയറി വരുന്നു. ഒരാളാണ് മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. ഒരാൾ മരിച്ചു പറഞ്ഞു. ഒരാളെ എൻ്റെ വണ്ടിയിൽ കൊടുക്കുന്നത്, പിന്നെ മൂപ്പരാണെന്ന് അവിടെ അടുത്ത് ഉണ്ടായിരുന്നു. അപകടത്തിൻ്റെ കാരണം പറഞ്ഞാൽ പിള്ളേർ പള്ളി കഴിഞ്ഞ് വരികയായിരുന്നു. പള്ളിയിൽ നിന്ന് കുറച്ചുള്ളിലാണ് പള്ളി. അപ്പോൾ അവിടെ നിങ്ങൾ നടന്നു വന്ന് സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു മഴ ചാറി. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ വന്നതുകൊണ്ട് ചവിട്ടിയിട്ട് കിട്ടിയില്ല. അങ്ങനെ വണ്ടി ഇങ്ങനെ സൈഡ് വലിച്ചും കൊണ്ട് ഈ ഒരു 2 കുട്ടികൾ അങ്ങനെ ഈ അടിപ്പെട്ടു. പിന്നെ 2-3 ആൾ സ്പ്രെഡായി തെറിക്കുകയും ചെയ്തു. അതിലിപ്പോൾ 2 കുട്ടികളെ ഈ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് അവിടെ നിന്ന് എടുത്തത്. ഒരു കുട്ടിയാണ് ഇപ്പോൾ മരിച്ചു വന്നത്. ഒരു കുട്ടിനെ പാലാനി കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കോങ്ങാട് ദയ ഹോസ്പിറ്റലിലേക്ക് ഒരു 2 ആളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഒരു പയ്യനും പിന്നെ അവിടെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആകെ എത്ര പേരുണ്ടായിരുന്നു അപകടത്തിൽ? 5 പേരാണ്. അതെ. 4 വിദ്യാർത്ഥികളും ഒരു അവിടെ ഉള്ള ആൾ. അവരുടെയൊക്കെ നില എങ്ങനെയാണെന്ന് അറിയാം. അതിൽ ഒരാളുടെ ഇനി വേറൊരു പയ്യൻ്റെ നിലയും കുറച്ച് മോശമാണെന്നാണ് പറഞ്ഞത്. അതിനെയാണ് ഇപ്പോൾ പാലാനിക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളൊരു പയ്യനിക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് കോങ്ങാട് നിന്ന് കൊണ്ടുവരുന്ന ഒരു പയ്യനിക്കും കാലിൻ്റെ എല്ലും വാരിയെല്ലിനും പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വ്യക്തത വരുന്നു. അതായത് ഈ 5 പേരാണ് ഉണ്ടായത്. 4 പേർ കോളേജിലെ വിദ്യാർത്ഥികൾ, ഒരാൾ പുറത്തു നിന്നുള്ള ഒരാൾ. അതിൽ 2 പേർക്കാണ് ഗുരുതരമായി ഉണ്ടായിരുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥിയാണ് മരിച്ചത്. മറ്റൊരാൾ ഗുരുതരമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റുള്ളവരുടെ നിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഏകദേശം ഒരു 1:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പാലക്കാട് മുണ്ടൂർ സംസ്ഥാന പാതയാണ്, കോഴിക്കോട് ദേശീയപാതയാണ്. ഈ പാതയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഏകദേശം ഒരു 1:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിൽ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ ഖേദകരമായ, ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ വഴിയോരത്തൂടി പള്ളിയിൽ പോയ ശേഷം വരുന്നു. ഗൂഗിൾ ബാക്കിയുള്ള കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ, കാരണം ഈ വാഹനത്തിൻ്റെ വേഗത സംബന്ധിച്ചൊക്കെ എന്താണ് ദൃക്സാക്ഷികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൂടുതലായിട്ട് ഇനി പരിശോധനകൾ വേണം. പക്ഷേ അപ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നത് വല്ലാത്ത സങ്കടമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി, ആശുപത്രിയിലെ കാര്യങ്ങൾ, വണ്ടിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി വിശദീകരിക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ വരുന്നുണ്ട്. ചേട്ടാ, ഈ എങ്ങനെ മഴ ഉണ്ടായിരുന്നു? ചാറ്റൽ മഴ അതാണെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് സൗണ്ട് കേട്ട് ഞങ്ങൾ ഓടിപ്പോയത്. അപ്പോഴാണ് വണ്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും കുടുങ്ങി കിടക്കുന്നു. 2 പേര് ചെതറി കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു പേര് ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ കൊടുക്കും ഇങ്ങോട്ട്. ബാക്കി 2 പേര് വേറെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി, ഒരാളെ കാറിൽ കൊണ്ടുപോയി. അതൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് മഴയുണ്ടായിരുന്നു. ഒരുപക്ഷെ വാഹനം ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നി നീങ്ങിയതാണെന്ന് സംശയിക്കുന്നതായാണ് ഈ സംഭവം കണ്ട ആളുകൾ പറയുന്നത്. ചേട്ടൻ ആ സമയത്ത് അപകടം നടന്ന സ്ഥലത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 4 പേർ വിദ്യാർത്ഥികളാണ്. ഒരാൾ മറ്റ് പുറത്തുനിന്നുള്ള ഒരു പ്രദേശവാസിയാണ്. അതിൽ 2 പേർക്കാണ് കൂടുതലായി അപകടം ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വണ്ടി എടുക്കേ വണ്ടി നിയന്ത്രണം വിട്ട് വന്നാണ്. പള്ളി കഴിഞ്ഞിട്ട് വരായിരുന്നു. വണ്ടി ഇങ്ങനെ മഴ ഉണ്ടായിരുന്ന സമയത്ത് ചെറുതായിട്ട് അതിലിങ്ങനെ സ്ലിപ്പായതെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരെ ഒരാളിവിടെ കൊണ്ടുവന്നല്ലോ. എത്ര പേര്? നമ്മൾ 4 പേരെ സ്കൂളിൽ പിള്ളേരുള്ളൂ. ബാക്കി നാട്ടിലത്തവരായിരുന്നു. 2 പേരങ്ങ് നാട്ടിൽ തോന്നുന്നു.
ഏ ആ അങ്ങനെയാ മഴ ഉണ്ടായിരുന്നോ? മഴ അത്രയ്ക്കില്ല, ജസ്റ്റ് ഒന്ന്. അപ്പം ബാക്കിയുള്ള കൂട്ടുകാരുടെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യം? അത് അറിഞ്ഞിട്ടില്ല അവിടെ. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ അവർ കൂടെ വന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ആ കോളേജിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ നമ്മളിപ്പോൾ അറിയാൻ കഴിയുന്നത് 2 പേർക്കാണ് ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടിയാണ് ഇപ്പോൾ മരിച്ചത്. പിന്നീട് ഒരാൾ കൂടി ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഇവർ പള്ളിയിൽ പോയി തിരികെ വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. മുഹമ്മദ് ഫർഹാനാണ് ഈ അപകടത്തിൽ മരിച്ചത്. മറ്റുള്ള ഒരാളുടെ വാർത്തയാണ്. ഒരു കുട്ടി മരിച്ചു. അപകടമുണ്ടായത് മുണ്ടൂർ ഭാഗത്ത് വെച്ചാണ്, 9-ാം മൈലിൽ വെച്ചാണ് അപകടമുണ്ടായത്. ലോറിയാണ് വിദ്യാർത്ഥികൾക്ക് ഇടയിലേക്ക് പാഞ്ഞു കയറിയത്.